പ്രിയപ്പെട്ടവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പങ്ക്തിയുടെ പ്രേക്ഷകരായ നിങ്ങൾക്കെല്ലാവർക്കും യേശുനാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ഏതാനും ചില എപ്പിസോഡുകളായി നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സുപരിചിതമാണ് 15-ാം അധ്യായം. കാരണം മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള പരസ്പര സ്നേഹത്തെക്കുറിച്ച് ഈശോ പറഞ്ഞ വളരെ മനോഹരമായ ഒരു ഉപമയാണ് യോഹന്നാൻ സുവിശേഷകൻ എഴുതി വച്ചിരിക്കുന്നത്. അതിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ 15-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും 16-ാം വാക്യത്തിലും നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ വചനഭാഗം പഠിക്കാനായി നമുക്ക് ശ്രമിക്കാം. ബൈബിൾ കരുതിയിട്ടുള്ളവരൊക്കെ കൈകളിലെടുത്ത് യോഹന്നാൻ 15-ാം അധ്യായം 6-ാം വാക്യം എന്നോടൊപ്പം വായിക്കണേ. വചനം ഇങ്ങനെയാണ്: എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. തുടർന്ന് 16-ാമത്തെ വാക്യമാണ്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്കു നൽകും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. സഹോദരങ്ങളെ, 2 വാക്യങ്ങളാണ് യോഹന്നാൻ്റെ 15-ാം അധ്യായത്തിൽ നിന്നും നമ്മളിപ്പോൾ പഠിക്കുന്നത്. അത് 6-ാം തിരുവചനവും 16-ാം തിരുവചനവുമാണ്. ഈ 2 വചനങ്ങളും കൂടെ ചേർത്ത് വെക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കപ്പെടുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദൈവവുമായുള്ള ആഴമായ ബന്ധം, ഒരു സഹവാസം ഉണ്ടാക്കിയെടുക്കുന്നത് വഴി അവൻ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്നുള്ള പൂർണ്ണമായ ബോധ്യമുണ്ടാകുന്നു. നമുക്ക് ആരോടെങ്കിലും വലിയ ഇഷ്ടമാണെന്ന് വിചാരിക്കുക. പരസ്പരം നമ്മൾ 2 പേർ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇഷ്ടമുള്ള വ്യക്തി എന്ത് ചോദിച്ചാലും ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അത് ചെയ്തു കൊടുക്കാനുള്ള മനസ്സെനിക്കുണ്ട്. കാരണം എനിക്ക് അവനെ അല്ലെങ്കിൽ അവളെ ഇഷ്ടമാണ് എന്ന കാരണത്താൽ. ദൈവവുമായുള്ള എൻ്റെ സഹവാസം, എൻ്റെ സ്നേഹം അവനോട് ചോദിക്കാൻ, അതെനിക്കവൻ ചെയ്തു തരാൻ കാരണമായി തീരുന്നു എന്നുള്ളത് വ്യക്തതയോടുകൂടെ സഹോദരങ്ങളെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എന്താണെന്നറിയാവോ? ക്രിസ്തുനാഥൻ എന്ന് പറയുന്നത് ദൈവപിതാവിൻ്റെ മടിയിലിടുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അവൻ നിരന്തരം പിതാവുമായി സഹവസിച്ചു കൊണ്ടിരുന്നവനാണ്. ഇതാണ് പിതൃപുത്ര ബന്ധത്തിൻ്റെ സഹവാസത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ആവർത്തിച്ച് പല പ്രാവശ്യം യോഹന്നാൻ സുവിശേഷകൻ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള ബന്ധത്തിൽ എത്തിച്ചേരുന്നു നമ്മൾ ഇന്ന് ഈ വചനം വ്യാഖ്യാനിക്കുമ്പോൾ. പ്രാർത്ഥന ആവശ്യബോധത്തിൽ നിന്ന് എന്നുള്ളതിനേക്കാൾ ദൈവ ഐക്യത്തിൽ നിന്നും ഉരുത്തിരിയുന്നതാകണം എന്ന് പറയാറുണ്ട്. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? എന്നാൽ ദൈവവുമായുള്ള സ്നേഹബന്ധത്തിൽ ഐക്യത്തിൽ നിന്നുകൊണ്ടാകണം നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും ഉരുവാകേണ്ടത് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈശോയുമായുള്ള സഹവാസത്തിലൂടെ പിതാവിൻ്റെ മുഖം ധ്യാനിക്കുന്നതിലേക്ക് ഒരുവനെ നയിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് പ്രാർത്ഥനയെ ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ നിർവചിച്ചിരിക്കുന്നത് എന്ന് ഈ തരുണത്തിൽ ഞാൻ സന്ദർഭവശ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ജോൺ പോൾ 2 മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്? ഈശോയുമായുള്ള സഹവാസത്തിലൂടെ പിതാവിൻ്റെ മുഖം ധ്യാനിക്കുന്നതിലേക്ക് ഒരുവനെ നയിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് പ്രാർത്ഥനയെ
വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നത്, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ദൈവവുമായുള്ള ഐക്യത്തിൽ നിന്നും ഉടലെടുക്കേണ്ടതാണ് എന്ന നമ്മുടെ വ്യാഖ്യാനത്തിന് അടിവരയിടുന്ന വാക്കുകളാണ്. പ്രാർത്ഥന ആത്യന്തികമായി പ്രാർത്ഥിക്കുന്നവരെ ദൈവ ഐക്യത്തിൽ വളർത്തണം. ഇതാണ് പ്രാർത്ഥനയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഞാനും നിങ്ങളും ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ അത് ദൈവവുമായുള്ള ഒരു ബന്ധത്തിലേക്ക്, ഐക്യത്തിലേക്ക് എന്നെ വളർത്താൻ ഉതകുന്നതാകണം. ഈശോയുടെ പ്രബോധനങ്ങളിൽ അവരിത് സൂചിപ്പിക്കുന്നുമുണ്ട് എന്നുള്ളത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമുക്കൊക്കെ അറിയാവുന്ന വചനമാണ്. ആ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏതാ വചനം? ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന മത്തായി 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമുള്ള ഒരു ഐക്യത്തെ, സ്നേഹത്തെ സൂചിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാകാനാണ്. ഇത് ഒരേ കാര്യം 3 വിധത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് ചിലരെങ്കിലുമൊക്കെ പറയാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. 3 കാര്യങ്ങൾ പ്രാർത്ഥനയിൽ സംഭവിക്കുന്നു എന്നാണ് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്ന വാക്യത്തിലൂടെ അർത്ഥമാക്കുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്നു, ദൈവം അത് സാധിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരു എഫേർട്ട് എടുക്കുകയാണ്. എന്താ എൻ്റെ എഫേർട്ട്? ദൈവത്തിനെതിരെ മുമ്പിൽ ചെല്ലുകയെന്നും എൻ്റെ ആവശ്യങ്ങൾ അവനോട് ഉണർത്തിക്കുക എന്നതും. അപ്പോൾ ദൈവം നമുക്ക് നൽകുന്ന റിസൾട്ട് എന്താണ്? അവൻ നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്നു, പ്രാർത്ഥനകൾ കേൾക്കുന്നു, പ്രാർത്ഥനകൾ ഫലദായകമായി തീരുന്നു എന്നുള്ളതാണ്. എന്നാൽ പ്രാർത്ഥന ഈ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് സഹോദരങ്ങളെ ഓർത്തിരിക്കുക. ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പ്രാർത്ഥന. മനോഹരമായ പ്രാർത്ഥനയ്ക്കുള്ള ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനമാണിത്. ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പ്രാർത്ഥന. ദൈവത്തെ അന്വേഷിക്കുകയെന്ന് പറഞ്ഞാൽ എൻ്റെ ആവശ്യങ്ങൾ ഉണർത്തിക്കുകയെന്നും, കണ്ടെത്തുകയെന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയെ വിളിക്കുന്ന പേരാകണം പ്രാർത്ഥന എന്ന് സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഞാനൊരു പുതിയ ഡെഫിനിഷൻ നൽകുകയാണ്. ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പ്രാർത്ഥന. മാത്രമല്ല, ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പ്രാർത്ഥനയെന്ന് കൂട്ടിച്ചേർക്കേണ്ടി വരും. ദൈവവുമായുള്ള ഐക്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വാതിലുകൾ നമ്മുടെ മുൻപിൽ മലർക്കെ തുറക്കപ്പെടുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ വഴിയാണ്. അതുകൊണ്ട് തന്നെയും ദൈവവുമായുണ്ടായിരിക്കേണ്ട നമ്മുടെ ബന്ധം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈശോയുമായുള്ള സഹവാസത്തിലൂടെ ദൈവത്തിൽ നിലനിൽക്കുന്നവൻ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നത് വഴി പിതാവ് മഹത്വപ്പെടുകയും അതോടൊപ്പം ശിഷ്യത്വത്തിലേക്കുള്ള വിളിയും തിരഞ്ഞെടുപ്പും പൂർണ്ണമായും ദൈവത്തിൻ്റെ ദാനമാണെന്ന വസ്തുതയും ഇവിടെ ഈശോ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ദൈവസ്നേഹത്തിൽ വളരുക എന്നതുകൊണ്ട് തിരഞ്ഞെടുപ്പ്, അവൻ്റെ വിളി പൂർണ്ണമായും ദൈവദാനമാണ് എന്ന ബോധ്യം നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് തന്നെയും പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ഉറപ്പാണ് ദൈവസ്നേഹത്തിൽ, ദൈവ ഐക്യത്തിൽ ജീവിക്കുന്നത് വഴിയായി നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള ആഹ്വാനമാണ്. ഇതിനെക്കുറിച്ച് യോഹന്നാൻ 15-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലും 15-ാമത്തെ വാക്യത്തിലും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ 2 വചനഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യോഹന്നാൻ 15-ാം അധ്യായം 9-ാം വാക്യം ഇപ്രകാരമാണ്: പിതാവ് എന്നെ സ്നേഹിച്ച പോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. 2-ാമത്തെ വാക്യം 15 അവിടെ വചനം ഇപ്രകാരം പറയുന്നു: ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു, എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടവയെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നമ്മുടെ കർത്താവായ
ഈശോ മിശിഹായിക്ക് സ്തുതി. സഹോദരങ്ങളെ, കോൺസെൻട്രിക് സ്ട്രക്ചർ, ഏകകേന്ദ്രീകൃത ഘടനയുള്ള വചനമാണ് 15-ാം അധ്യായത്തിൽ മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ള ബന്ധത്തെ ദ്യോതിപ്പിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ 2 സബ് ടൈറ്റിലുകൾ കണ്ടത്. ഒന്ന്, പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കുന്നു; 2, സ്നേഹത്തിൽ നിലനിൽക്കാൻ ആഹ്വാനം ലഭിക്കുന്നു. ഈ വചനത്തെ കൃത്യതയോടുകൂടെ വിവരിക്കുന്ന വചനങ്ങളാണ് 15-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യവും 15-ാം വാക്യവും. നമ്മൾ അവ രണ്ടും ഇപ്പോൾ വായിച്ചു കേട്ട് കഴിഞ്ഞു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ എന്ന് ഈശോ ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? പിതാവും ഈശോയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഐക്യത്തിലുള്ള പങ്കുചേരലാണ് ഈശോയുമായുള്ള ഒരുവൻ്റെ ഐക്യത്തിൽ സംഭവിക്കുന്നത് എന്ന് തിരുവചന ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പിതാവും പുത്രനും തമ്മിൽ എങ്ങനെയാണോ ബന്ധപ്പെട്ടിരിക്കുന്നത്, ആ ബന്ധത്തിൽ ഐക്യത്തിലുള്ള പങ്കുചേരലാണ് ഈശോയുമായുള്ള എൻ്റെ, നിൻ്റെ ഐക്യത്തിലൂടെ സംഭവിക്കുന്നത്. ഈ സ്നേഹബന്ധത്തിന് മാതൃകയായി എടുത്തു കാണിക്കുന്നത് പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹബന്ധമാണെന്ന് മനസ്സിലായല്ലോ. ഈ ബന്ധം പൂർണ്ണമായും സ്വയം കൊടുക്കുന്ന ആത്മദാനത്തിൻ്റെ ബന്ധമാണ്. സ്വയം കൊടുക്കുന്ന ആത്മദാനം നമ്മുടെ ബന്ധ വളർച്ചയ്ക്ക് ആവശ്യമാണ്. നമ്മുടെ ബന്ധങ്ങൾ, മറ്റൊരു വ്യക്തിയുമായുള്ള എൻ്റെ ബന്ധത്തിൽ ഒരു ആത്മസമർപ്പണത്തിൻ്റെ തലമുണ്ട് കേട്ടോ. അതില്ലെങ്കിൽ ബന്ധം വളരില്ല, ബന്ധം മുരടിച്ചു പോകും, കുറേ കഴിയുമ്പോൾ ബോറടിക്കാൻ തുടങ്ങും. ചിലപ്പോഴെങ്കിലുമൊക്കെ സഭാ കോടതികളിൽ വിവാഹമോചനത്തിന് വേണ്ടി, ഡൈവോഴ്സിന് വേണ്ടിയുള്ള പെറ്റീഷൻസ് വരുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഡൈവോഴ്സുകൾ, വിവാഹമോചനങ്ങൾ സംഭവിക്കുന്നത്? കുറേ കാലമൊക്കെ പ്രണയിച്ച് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യർ കുറച്ച് കാലം കഴിയുമ്പോൾ അതൃപ്തരാകുന്നു, ബന്ധ തകർച്ചയുണ്ടാകുന്നു. അതുവഴിയായി ഇനി ഒരുമിച്ച് ജീവിക്കണ്ട, പിരിഞ്ഞേക്കാം എന്ന തീരുമാനം എടുക്കുന്നു. അങ്ങനെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. അത് കുടുംബ കോടതികളാകട്ടെ സഭാ കോടതികളിലാകട്ടെ, ഇപ്രകാരമുള്ള കേസുകൾ വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ചിന്ത ഇതാണ്: എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള ബന്ധ തകർച്ച ഉണ്ടാകുന്നത്? അതിൻ്റെ കാരണം ആത്മസമർപ്പണത്തിൻ്റെ കുറവുണ്ടാകുന്നു എന്നുള്ളതാണ്. ബന്ധം വളരുന്നത് പരസ്പരം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമ്പോഴാണ്. ഭാര്യ ഭർത്താവിൻ്റെ മുൻപിൽ, ഭർത്താവ് ഭാര്യയുടെ മുൻപിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമ്പോൾ, പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ശ്രമിക്കുമ്പോൾ, എൻ്റെ തീരുമാനത്തിൽ എൻ്റെ ഭാര്യയുടെയും എൻ്റെ ഭർത്താവിൻ്റെയും തീരുമാനത്തിനും കൂടെ ഒരു ഇടം കൊടുക്കണമെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ ആത്മസമർപ്പണം എന്ന വാക്കിന് അർത്ഥമുള്ളൂ കേട്ടോ. ഇപ്രകാരം ആത്മസമർപ്പണം ഇല്ലാതെ വരുമ്പോൾ ബന്ധങ്ങൾ ഛിന്ന ഭിന്നമായി പോകും. അവസാനം പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? മക്കളെ ഓർത്തെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാകണമെന്നാ. മക്കളെ ഓർത്തെങ്കിലും. ആത്മസമർപ്പണത്തിലൂടെ ദൈവം നൽകുന്നതാ കുഞ്ഞുങ്ങളെ. ആ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാകണമെന്ന് പറയുമ്പോൾ ഒരു അപകടമുണ്ട്. നിങ്ങൾക്ക് തമ്മിലുള്ള ആത്മസമർപ്പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആ ബന്ധം തകർന്നു പോയി. ഇനി മൂന്നാമതൊരാളെ ഓർത്തുകൊണ്ട് എത്ര കാലം അങ്ങനെയുള്ള ബന്ധങ്ങൾ മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഒരു ബന്ധങ്ങളും മുറിഞ്ഞു പോകാൻ പാടില്ല എന്ന നിഷ്കർഷ തിരുസഭയ്ക്കുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വിവാഹം എന്നത് ഒരു കൂദാശയാണ് എന്ന് പറയുക. കാനൻ ലോ പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻഡിസൊല്യൂബിൾ യൂണിയൻ എന്നാണ്. രണ്ടാക്കി തീർക്കാൻ സാധിക്കാത്ത വിധം പരസ്പരം ഒന്നാകുന്നതാണ്. അതുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? വിവാഹബന്ധത്തിലൂടെ ഒരു യുവാവിനെയും യുവതിയെയും ഒന്നാക്കി തീർക്കുന്നത് കേവലം മാനുഷികമായ ഒരു പ്രവൃത്തിയല്ല, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. കത്തോലിക്ക തിരുസഭയിൽ വിവാഹം ഒരു കൂദാശയാണ്.
കൂദാശ എന്ന് പറഞ്ഞാൽ അദൃശ്യമായ വരപ്രസാദത്തെ ദൃശ്യമാക്കി തീർക്കുന്ന അടയാളം. പരസ്പരം ഭാര്യയാകാൻ പോകുന്ന, ഭർത്താവാകാൻ പോകുന്ന സ്ത്രീ പുരുഷന്മാർ കരങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് വിവാഹ പ്രതിജ്ഞ ചൊല്ലിക്കഴിയുമ്പോൾ അവരെ ആശീർവദിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, പരിശുദ്ധ തൃത്വത്തിന് നാമത്തിൽ അവരെ ആശീർവദിച്ച് വിശുദ്ധീകരിക്കുന്ന ആനാം വെള്ളം തളിച്ച് അവരെ ഒന്നു ചേർക്കുമ്പോൾ, സഹോദരങ്ങളെ, ഇത് നിത്യകാലത്തോളമുള്ള ഒരു ഉടമ്പടിയാണ് എന്ന് അവരെ തിരുസഭാ മാതാവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വഴിയിലിട്ടേച്ച് പോകാനുള്ളതല്ല കേട്ടോ നിന്റെ ഭർത്താവിനെ, നിന്റെ ഭാര്യയെ. കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ പറയാറുള്ള ഒരു ഉപമ ഇതാണ്. നമ്മളൊക്കെ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് ചരക്കെടുക്കലുകൾ നടത്തും, ഇല്ലേ? ചരക്കെടുക്കാൻ ഒരു ദിവസമുണ്ട്. ഭാര്യയാകാൻ പോകുന്ന, ഭർത്താവാകാൻ പോകുന്ന യുവാവിന് വേണ്ടി, യുവതിക്ക് വേണ്ടി അവരുടെ ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടു കൂട്ടരും കൂടി ഒരുമിച്ച് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യുന്നു. ഇന്ന് അവിടെയൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ഇന്ന് അവരുടെ കുടുംബത്തിലുള്ളവർക്ക്, ബന്ധുമിത്രാദികൾക്കൊക്കെ യൂണിഫോം അല്ലേ? കല്യാണങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്ത് പരിപാടികൾക്കും ഇപ്പം അങ്ങനെയാണ് കേട്ടോ. കുടുംബക്കാരൊക്കെ ഒരേ നിറത്തിലുള്ള ഡ്രസ് കോഡൊക്കെ അണിഞ്ഞ് വരുന്നത് കാണാറുണ്ട്. നല്ല കാര്യം. ഇതെന്നും എപ്പോഴും നിലനിൽക്കേണ്ട ബന്ധമാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ വില കൂടിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ഗ്യാരണ്ടി കാർഡ് അല്ലെങ്കിൽ വാറണ്ടി കാർഡ് കിട്ടും, ഇല്ലേ? ഈ വാറണ്ടി കാർഡ് എന്തിനാണ് നമുക്ക് തരുന്നേ? ഈ കിട്ടിയിരിക്കുന്ന സാധനത്തിന്, വാങ്ങിച്ച വസ്തുവിന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയാൽ ഈ വാറണ്ടി കാർഡുമായി മേടിച്ച സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് ഒന്നുകിൽ കേട് പോക്കി കിട്ടും, ഇല്ലെങ്കിൽ മാറ്റി കിട്ടും, ഇല്ലേ? വിവാഹം എന്നത് ഒരു ലൈഫ് ലോങ് വാറണ്ടി കാർഡാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഞാനൊരു കാര്യം സാധാരണ ചോദിക്കാറുണ്ട്. ഭർത്താവിനോട് നിന്റെ ഭാര്യയെ നിനക്ക് എവിടുന്നാ കിട്ടിയേ? അല്ലെങ്കിൽ ഭാര്യയ്ക്ക് നിന്റെ ഭർത്താവിനെ എവിടുന്നാ കിട്ടിയേ? കത്തോലിക്ക തിരുസഭയിൽ വിവാഹം നടക്കുന്ന എവിടാ? ഞാനിത് പറയുമ്പോൾ ഈ അടുത്ത കാലങ്ങളായി വിദേശ രാജ്യങ്ങളിലും മറ്റും ഒരു പുതിയ ട്രെൻഡൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. വിന്നിയാടുകളിൽ, മുന്തിരിത്തോപ്പുകളിൽ, അല്ലെങ്കിൽ ബീച്ചുകളിൽ, സമുദ്രതീരങ്ങളിൽ, അല്ലെങ്കിൽ കാടിൻ്റെ വനാന്തരങ്ങളിൽ, ഫോറസ്റ്റുകളിലൊക്കെ വെച്ച് അച്ഛനെ വിളിച്ച് വിവാഹം ആശീർവദിക്കുന്ന കാര്യമൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അതൊന്നും വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധമായ ദേവാലയത്തിനകത്ത് മദ്ബഹായ്ക്ക് മുമ്പിലുള്ള അൾത്താരയ്ക്ക് മുമ്പിൽ ഒരു യുവാവും യുവതിയും വന്നു നിന്നിട്ട് പരസ്പരം കരങ്ങൾ കോർത്തു പിടിച്ച് ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പരം സ്നേഹത്തോടുകൂടെ ജീവിക്കാമെന്ന് വാക്കുകൊടുക്കുമ്പോൾ നിനക്ക് നിന്റെ ഭർത്താവിനെ കിട്ടിയത്, നിനക്ക് നിന്റെ ഭാര്യയെ കിട്ടിയത് അൾത്താരയുടെ മുമ്പിൽ വെച്ച, അൾത്താരയുടെ മുമ്പിൽ വെച്ച. അതുകൊണ്ട് നിനക്ക് കിട്ടിയ നിന്റെ ഭാര്യയ്ക്ക്, നിന്റെ ഭർത്താവിന് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും തകർച്ചകളോ വീഴ്ചകളോ പരാജയങ്ങളോ ഉണ്ടെങ്കിൽ നീ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? മേടിച്ച സാധനവുമായി വാറണ്ടി കാർഡും എടുത്തുകൊണ്ട് മേടിച്ച കടയിലേക്ക് ഓടിക്കൊണ്ടുപോകുന്നത് പോലെ നിനക്ക് നിന്റെ ഭർത്താവിനെ കിട്ടിയ, നിനക്ക് നിന്റെ ഭാര്യയെ കിട്ടിയ ദേവാലയത്തിലെ അൾത്താരയുടെ മുമ്പിലേക്ക് വരണം. നീ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈശോയോട് പറയണം, ഈശോയെ, എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ ഭാര്യയുടെ ഈ കുറവ് നീ മാറ്റിത്തരണമേ. മേടിച്ചെടുത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ കേടുപോക്കി കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് വാറണ്ടി കാർഡുകളും ഗ്യാരണ്ടി കാർഡുകളും ഒക്കെ തരുന്നേയില്ലേ? നിനക്ക് നിന്റെ ഭർത്താവിനെ കിട്ടിയ നിന്റെ ദേവാലയത്തിലേക്ക്, നിനക്ക് നിന്റെ ഭാര്യയെ കിട്ടിയ ദേവാലയത്തിലെ അൾത്താരയുടെ മുമ്പിലേക്ക് നിന്റെ ഭർത്താവിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട്, നിന്റെ ഭാര്യയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈശോയോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, ഈശോയെ, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനശീലം മാറ്റിത്തരണമേ. ഈശോയെ, എൻ്റെ ഭാര്യയുടെ എപ്പോഴും കുറ്റം കണ്ടുപിടിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്ന ശീലം മാറ്റിത്തരണമേ. എന്ത് കുറവുകളും കുറ്റങ്ങളും ആയിക്കൊള്ളട്ടെ, കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈശോയോട് പറയണം, അവനാ നിനക്ക് തന്നത് ഇവനെ അല്ലെങ്കിൽ ഇവളെ. ഞാനിങ്ങനെ ഒരു കല്യാണത്തിൽ പ്രസംഗം പറഞ്ഞു.
പ്രസംഗമൊക്കെ പറഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കുർബാനയും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന് മണ്ഡപത്തിലേക്ക് പോവുക. അവിടെ ഇനി റിസപ്ഷനുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിപ്പിച്ച് കൊടുത്ത എൻ്റെ സുഹൃത്തായ ഒരു പയ്യൻ ഓടി വന്നു എൻ്റെ അടുക്കൽ. വലിയ സന്തോഷത്തോടെ വർത്തമാനമൊക്കെ പറഞ്ഞു. എന്നിട്ട് വർത്തമാനത്തിനിടയിൽ എന്നോട് ചോദിച്ചു, അച്ഛാ, ഇത് കേട് പോക്കി കിട്ടാനുള്ള സംവിധാനം മാത്രമേ ഉള്ളോ, മാറ്റി കിട്ടാനുള്ള സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചു. കല്യാണത്തിൽ ലൈഫ് ലോങ് വാറണ്ടിയാ. അതുകൊണ്ട് തന്നെയും നിന്റെ ഭാര്യയെ, നിന്റെ ഭർത്താവിനെ മാറ്റിക്കിട്ടാനുള്ള സംവിധാനമല്ല, മറിച്ച് അവൾക്കുള്ള കുറവുകളെ, അവനുള്ള കുറവുകളെ കർത്താവ് എടുത്തു മാറ്റാൻ അൾത്താരയുടെ മുമ്പിൽ വന്ന് ലൈഫ് ലോങ് വാറണ്ടി കാർഡ്. അതാണ് കർത്താവ് നമുക്ക് വിവാഹമെന്ന കുദാശയിലൂടെ നൽകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ബന്ധം എത്രമാത്രം അമൂല്യമാണ് എന്ന്, പരസ്പരം ഒരു കാരണവശാലും മുറിച്ചു മാറ്റാൻ വയ്യാത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹബന്ധത്തിന് മാതൃകയായി എടുത്തു കാണിക്കുന്നത് പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹബന്ധമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ബന്ധം പൂർണ്ണമായി സ്വയം കൊടുക്കുന്ന ആത്മദാനത്തിൻ്റെ ബന്ധമാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വച്ചത്. ഈ തരത്തിലുള്ള ഒരു ബന്ധത്തിൽ ആഴപ്പെടാൻ ശിഷ്യന് കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സ്നേഹത്തിൽ നിലനിൽക്കുന്നതായി നമുക്ക് തോന്നുകയുള്ളൂ. ഈശോയ്ക്ക് വേണ്ടി സ്വയം കൊടുക്കുന്ന ഒരു സ്നേഹബന്ധമാണ് ശിഷ്യർക്ക് ഉണ്ടാവേണ്ടത്. സ്വയം തേടുന്ന സ്നേഹത്തിൽ നിന്ന്, സ്വയം തേടുന്ന സ്നേഹം, അതിനെ ഈറോസ് എന്ന വാക്കുകൊണ്ടാണ് ഉപമിക്കുന്നത്. സ്വയം തേടുന്ന സ്നേഹത്തിൽ നിന്നും സ്വയം കൊടുക്കുന്ന സ്നേഹത്തിലേക്ക്, അതാണ് അഗാപ്പെ. ഈറോസിൽ നിന്ന് അഗാപ്പയിലേക്കുള്ള ഒരു ബന്ധത്തിൻ്റെ വളർച്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അതിനെക്കുറിച്ചാണ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുക. സ്ക്രീനിൽ ഈ രണ്ട് വാക്കുകളും ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. നോക്കിക്കേ, സ്വയം തേടുന്ന സ്നേഹം ഈറോസ്, അതിൽ നിന്നും സ്വയം കൊടുക്കുന്ന സ്നേഹം അഗാപ്പെ. ഈ ബന്ധത്തിലേക്കുള്ള വളർച്ചയാണ് മുന്തിരിച്ചെടിയും ശാഖയും തമ്മിലുള്ളത്, സഭയും ക്രിസ്തുവും തമ്മിലുള്ളത്, ക്രിസ്തു ശിഷ്യനും ക്രിസ്തുവും തമ്മിലുള്ളത്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകേണ്ടത്. ഇപ്രകാരം സ്വയം കൊടുക്കുന്ന സ്നേഹം, ഈറോസിൽ നിന്നും അഗാപ്പയിലേക്കുള്ള ബന്ധത്തിൻ്റെ വളർച്ച, ഇവ രണ്ടും രണ്ടല്ല, പരസ്പര പൂരകങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. കാരണം എന്താണെന്നറിയാമോ? സമ്പൂർണമായി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന ശിഷ്യത്വത്തിൻ്റെ ഒരു ജീവിതമാണ് അത് ഒരുവനിൽ കരുപ്പിടിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ ബന്ധത്തിൻ്റെ വളർച്ചയെ, സഹോദരങ്ങളെ, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. എപ്രകാരമാണ് ഈശോയുമായുള്ള നമ്മുടെ ഈ ബന്ധം വളരുന്നത്? ഈശോയുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാകണം അത് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് 15-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ട വചനം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും എന്ന വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. സ്നേഹം വെറും വൈകാരിക തലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ബന്ധമല്ലെന്നും, മറിച്ച് അനുദിനം ദൈവകൽപ്പനകളോട് വിശ്വസ്തത പുലർത്താൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന ഒരു ജീവിത ബന്ധമാണ് എന്നും ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കേവലം വൈകാരിക തലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ബന്ധം മാത്രമല്ല ഇത്. ഇതിൻ്റെ കൽപ്പനകൾക്കനുസരണം ഞാനും നിങ്ങളും ഒക്കെ വിശ്വസ്തയോടുകൂടെ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ ഈ ബന്ധം വളരുകയുള്ളൂ. എല്ലാ ബന്ധങ്ങളിലും വിശ്വസ്തത വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം കേട്ടോ. ആരെങ്കിലുമൊക്കെ ബന്ധങ്ങളിൽ അവിശ്വസ്തരാകുന്നുണ്ട് എങ്കിൽ അപ്രകാരമുള്ള ബന്ധങ്ങൾ തകർന്നു പോകും. ഫെയ്ത്ത്ഫുൾ റിലേഷൻഷിപ്പ്, ഭർത്താവിന് ഭാര്യയോട്, ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഏതൊരു ബന്ധതലങ്ങളിലുമാകട്ടെ ഈ വിശ്വസ്തത നഷ്ടമായി കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കാതെ പോകും. ബന്ധം തകർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ മനസ്സിലാക്കുക,
ഈ ബന്ധം ഒരു സൗഹൃദമായി വളരണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈശോയുമായുള്ള ബന്ധം ഒരു സൗഹൃദമായി വളരണം. നോക്കിക്കേ, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ ദാസന്മാരെന്നല്ല വിളിക്കുന്നത്, സ്നേഹിതന്മാർ എന്നാണ് വിളിക്കുന്നത്. ഒരു സുഹൃത് ബന്ധമായി വളരണം. സുഹൃത് ബന്ധം പരസ്പരം ഹൃദയ രഹസ്യങ്ങൾ കൈമാറുന്ന ബന്ധമായിട്ടാണ് യോഹന്നാൻ ചിത്രീകരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷകൻ 15-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ വചനം പറയുന്നു, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചു, എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. ഇപ്രകാരം പരസ്പരം സൗഹൃദം പങ്കുവയ്ക്കുന്നവരായിത്തീരുമ്പോൾ, സൗഹാർദ്ദമുള്ളവരായി ജീവിക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവികമായ കൃപാവരങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് കേവലം സൃഷ്ടിയായ മനുഷ്യനെ സുഹൃത്തായി കരുതുന്ന സൃഷ്ടാവായ ദൈവത്തെയാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഇവിടെ കാണുന്നത്. സൃഷ്ടിയായ മനുഷ്യനെ സൃഷ്ടാവായ ദൈവം സുഹൃത്തായി കാണുന്നു. ഇതൊരു വലിയ ആത്മസമർപ്പണത്തിൻ്റെ ബന്ധമാണ് കേട്ടോ. ഇപ്രകാരം ഒരു ബന്ധത്തിൻ്റെ ആഴം സഹോദരങ്ങളെ ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഉയർച്ച താഴ്ചകളോ ഞാൻ അവളേക്കാൾ വലിയവനെന്നോ ചെറിയവളെന്നോ കണക്കാക്കാതെ ഒരേ തലങ്ങളിൽ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുക, വിശ്വസ്തത പുലർത്തുന്നവരാകുക. അതുവഴിയായി നമ്മുടെ സ്നേഹബന്ധങ്ങൾ വളരും. അതുകൊണ്ട് ക്രിസ്തുവിനോടുള്ള സ്നേഹം എപ്രകാരമാണോ അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ അവ വളർന്നു വരുന്നതായി ഞാനും നിങ്ങളും ഉറപ്പുവരുത്തണം. സഹോദരങ്ങളെ, ഈ വചനഭാഗത്തിൻ്റെ വ്യാഖ്യാനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന് തുടർച്ച അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണുമ്പോൾ ഞാനും നിങ്ങളും ഈ അടുത്ത ക്ലാസ് വരെയും ഒരു തീരുമാനം എടുക്കണം. എൻ്റെ ഭാര്യയോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളിൽ എത്രമാത്രം വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും. തീരുമാനമാകട്ടെ, ബന്ധം വളരട്ടെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.